ഉദ്ധിത ദൈവമേ രക്ഷക സമാധാനമേ ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും പറയും എല്ലാം ദൈവം ചെയ്യുന്നു എന്ന് പറയരുത്. ദൈവമാണ് എല്ലാ ജീവനും നൽകുന്നത്. അതോടൊപ്പം തന്നെ ദൈവമാണ് എല്ലാ ജീവനും സ്വീകരിക്കുന്നത്. അതിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ നന്മ മാത്രമേ ദൈവം ചെയ്യുന്നുള്ളൂ. മനുഷ്യജീവൻ്റെ എല്ലാ സംരക്ഷണവും ആരോഗ്യ പ്രവർത്തകർക്കും ഈ ലോകത്തിലെ ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ പെട്ടതുമാണ്. അതോടൊപ്പം ദൈവം ദൈവവിശ്വാസ കാര്യത്തിൽ എല്ലാം അറിയുന്നു, എല്ലാം അനുവദിക്കുന്നു, ചില കാര്യങ്ങളിൽ പ്രത്യേകം ഇടപെടുന്നു എന്ന് നിങ്ങളുടെ ചിന്തയിലുണ്ടായിരിക്കട്ടെ. ഇന്ന് ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും നമുക്കറിയാം യാത്ര ചെയ്യുമ്പോൾ കുഴഞ്ഞു വീഴുന്നു, നടക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു, അതുപോലെ തന്നെ പ്ലെയിനിൽ പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു, പ്രസംഗിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. കാർഡിയാക് അറസ്റ്റ്, അതിനെപ്പറ്റി ചിന്തിക്കാം. അങ്ങനെയുള്ളൊരു വ്യക്തിയെ രക്ഷിക്കുന്ന കാര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രമല്ല, ഓരോ ജനങ്ങൾക്കും ഓരോ പൗരനും രക്ഷിക്കുക എന്നതിൽ അവകാശമുണ്ട്. അതിനുവേണ്ടി പ്രധാനമായി ചെയ്യുന്നൊരു പ്രവർത്തനമാണ് CPR, കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി പെട്ടെന്ന് കുഴഞ്ഞു വീണു, ആ വ്യക്തി ആദ്യമായി എടുത്തിട്ട് സേഫായി കിടത്തി പൾസ് നോക്കണം, പൾസ് ഉണ്ടോ നോക്കണം. കാരണം എല്ലാ കുഴഞ്ഞു വീഴലും അറ്റാക്ക് ആകണമെന്നില്ല. ഒരു കാര്യം പറയാം, ഒരു പക്ഷേ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞാൽ ഹൈപ്പോ അടിച്ചു കുഴഞ്ഞു വീഴാം. അപ്പോൾ പൾസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ ഉടനെ തന്നെ ആൾക്കാരെ വിളിച്ചു വരുത്തി പെട്ടെന്ന് നമ്മൾ CPR കൊടുക്കും. CPR എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കൈക്കാണ് ശക്തി, ഇപ്പോൾ വലത് കൈക്കാണെ വലത് കൈ ശരിക്കും പിടിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഭാഗം ഉപയോഗിച്ച് നേരെ പിടിച്ചുകൊണ്ട് നമ്മൾ 1/3 ഭാഗം, അതായത് നമ്മുടെ ഈ റിബ്സിൻ്റെ ഭാഗത്ത് ഈ രണ്ട് റിബിനോട് ചേർന്ന് നിന്നുകൊണ്ട് രണ്ട് ബ്രസ്റ്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് 2 ഇഞ്ച് വിട്ട ശേഷം ഈ കറക്റ്റ് ഭാഗത്താണ് നമ്മൾ CPR കൊടുക്കുന്നത്. CPR എന്ന് പറയുമ്പോൾ 1 സെക്കൻഡ് 2 പ്രാവശ്യം, 1 മിനിറ്റിൽ 100 മുതൽ 120 പ്രാവശ്യം നമുക്ക് കൊടുക്കുവാൻ കഴിയും. ഇത് 30 പ്രാവശ്യം കൊടുത്തതിന് ശേഷം നമ്മൾ മൂക്കിലൂടെ ശ്വാസം കൊടുത്ത് ആ രോഗിയെ രക്ഷിക്കാൻ കഴിയും. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കാം. മടുത്താൽ അടുത്ത വ്യക്തിക്ക് മാറിക്കൊടുക്കണം. ഇങ്ങനെ കൊടുത്തുകൊണ്ട് ശ്വാസം കൊടുക്കുന്നതിന് വേണ്ടി രക്തത്തിലെ പമ്പിങ് കൊടുത്ത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ വീണ്ടും പുനർജീവിപ്പിക്കുന്നതിന് കൊടുക്കുന്നതാണ് CPR. അതിനാൽ ഈ കർമ്മം എല്ലാവർക്കും ഉത്തരവാദപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഈ കർമ്മത്തിൽ ഓരോ സ്റ്റെപ്പും നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ടും പൾസ് ഉണ്ടെങ്കിൽ കൊടുക്കരുത്. പൾസ് എന്ന് പറയുമ്പോൾ ടിക് ടിക് അടിക്കുന്ന സംഭവമാണ് നമ്മുടെ പൾസ് റേറ്റ്, ഹൃദയത്തിൻ്റെ സ്പന്ദനം. അതുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുത്ത് രോഗി രക്ഷിക്കാൻ എല്ലാവർക്കും ഉത്തരവാദപ്പെട്ടതാണ്. ഈ പ്രധാനപ്പെട്ട കാര്യം ഓർത്തിരിക്കുക. എല്ലാവരും ദൈവം ജീവൻ രക്ഷാകർമ്മത്തിൽ പങ്കാളികളായിട്ട് പ്രാർത്ഥിക്കുന്നു.